വെൽക്കം. 2021 മാർച്ചിൽ +2 പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നതാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ധാരാളം കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ആൻറ്റാസിഡ്. 2. ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. 3. ആൻറ്റി മൈക്രോബിയൽസ്. അതിലെ 2 പഠിക്കാനുള്ളൂ. ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസ്. നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഡ്രഗ് എന്താണെന്ന് പരിചയപ്പെടാം. വാട്ട് ആർ ഡ്രഗ്സ്? Drugs are chemicals of low molecular mass that produce a biological response in our body. ശരീരത്തിൽ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള കെമിക്കൽസ് ആണ് ഡ്രഗ്സ്. ഇവയുടെ മോളിക്കുലർ മാസ് കുറവാണ്. ഡ്രഗ്സ് ആർ കെമിക്കൽസ് ഓഫ് ലോ മോളിക്കുലർ മാസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ബയോളജിക്കൽ റെസ്പോൺസ് ഇൻ അവർ ബോഡി. ഈ കെമിക്കൽ ശരീരത്തിലെത്തിയാൽ ശരീരത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകും. അത് നല്ലതാവാം, അല്ലെങ്കിൽ ചീത്തയാവാം. ശരീരത്തിന് ഗുണകരമാവുന്ന റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഡ്രഗിനെ നമുക്ക് മെഡിസിൻ എന്ന് വിളിക്കാം. ഈ കെമിക്കൽ കൊണ്ട് ശരീരത്തിന് ഉപദ്രവം ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ കെമിക്കലിനെ, ഈ ഡ്രഗിനെ നമുക്ക് പോയിസൺ എന്ന് വിളിക്കാം. അപ്പോൾ നോക്കൂ, ഇഫ് ദ റെസ്പോൺസ് ഈസ് യൂസ്ഫുൾ ടു ബോഡി, ഡ്രഗ് ഈസ് known as drug is മെഡിസിൻ. ഇതിനെയാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ കെമിക്കൽ ശരീരത്തിൽ ചെല്ലുമ്പോൾ ശരീരത്തിന് നല്ലതാണെങ്കിൽ, അതായത് അസുഖങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ, നമുക്കതിനെ എന്ത് വിളിക്കാം? മെഡിസിൻ എന്ന് വിളിക്കാം. ഇതിനാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഡ്രഗ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. If the response is harmful to body, drug is known as poison. Drug is poison. അപ്പോൾ കെമിക്കൽ ശരീരത്തിന് ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഹാംഫുൾ ആണെങ്കിൽ, ആ ഡ്രഗിനെ നമുക്ക് എന്ത് വിളിക്കാം? പോയിസൺ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ? ശരീരത്തിൽ എത്തിച്ചേർന്നാൽ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള കെമിക്കൽസ് ആണ് ഡ്രഗ്സ്. ഇവയുടെ മോളിക്കുലർ മാസ് കുറവാണ്. ശരീരത്തിലെ റെസ്പോൺസ് ശരീരത്തിന് നല്ലതാണെങ്കിൽ ഡ്രഗിനെ നമുക്ക് മെഡിസിൻ എന്ന് വിളിക്കാം. റെസ്പോൺസ് ഹാംഫുൾ ആണെങ്കിൽ ഡ്രഗിനെ നമുക്ക് പോയിസൺ എന്ന് വിളിക്കാം. ഇനി ഇതേ കാര്യം നമ്മൾ മറ്റൊരു രീതിയിൽ താഴെ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഡ്രഗ്സ് ആർ കെമിക്കൽസ് ഓഫ് ലോ മോളിക്കുലർ മാസസ്. ആ മോളിക്കുലർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്കത് നോക്കാം. 100 U, അതായത് യൂണിഫൈഡ് മാസ്, AMU എന്ന് പറഞ്ഞാലും മതി. 100 AMU മുതൽ 500 AMU അല്ലെങ്കിൽ U, യൂണിഫൈഡ് മാസ്. യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ബയോളജിക്കൽ റെസ്പോൺസ് ബൈ ഇൻറ്ററാക്ടിങ് വിത്ത് ടാർജറ്റ് മാക്രോമോളിക്യൂൾസ്, അതായത് എൻസൈംസ്, പ്രോട്ടീൻസ് എക്സെട്ര. ഡ്രഗ് ശരീരത്തിൽ ചെന്നാൽ ശരീരത്തിലെ മാക്രോ മോളിക്യൂൾസുമായിട്ട് പ്രതിപ്രവർത്തിക്കും, ഇൻ്ററാക്റ്റ് ചെയ്യും.
ശരീരത്തിലെ മാക്രോമോളിക്യൂൾസ് ഏതൊക്കെയാണ്? എൻസൈം, പ്രോട്ടീൻ തുടങ്ങിയവയാണ്. ഇപ്പം ഡ്രഗും എൻസൈമും തമ്മിൽ ഇൻ്ററാക്ഷൻ, ഡ്രഗും പ്രോട്ടീനും തമ്മിൽ ഇൻ്ററാക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് ഡ്രഗ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, പറഞ്ഞു എന്ന് മാത്രം. ഡ്രഗ്സ് യൂസ്ഡ് ഫോർ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ആർ കോൾഡ് മെഡിസിൻസ്. ഇപ്പം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ മെഡിസിൻസ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ എന്ന് മനസ്സിലാക്കിയാൽ മതി. അസുഖങ്ങൾ മാറാൻ വേണ്ടി ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ആ ഡ്രഗ്സിനെ നമുക്ക് മെഡിസിൻ എന്ന് വിളിക്കാം. കീമോതെറാപ്പി റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് കെമിക്കൽസ് ഫോർ തെറാപ്യൂട്ടിക് ഇഫക്റ്റ്. അല്ലേ, ചികിത്സയ്ക്ക് വേണ്ടി കെമിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ പ്രോസസ്സിനെ നമുക്ക് കീമോതെറാപ്പി എന്ന് വിളിക്കാം. ഈ പോയിന്റ്സ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി നമ്മുടെ ഫോക്കസ് ഏരിയ നോക്കാം. ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ അൻറ്റാസിഡ്സ്. എന്താണ് അൻറ്റാസിഡ്സ്? ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് acidity are known as antacids. സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദഹനരസം. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഗ്യാസ്ട്രിക് ജ്യൂസിലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. അസിഡിറ്റി കൂടുമ്പോൾ സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. വയറ് ശക്തിയായി വേദനിക്കും. അങ്ങനെയുള്ള സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ അസിഡിറ്റി കൂടിയാൽ അത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, ഡ്രഗ്സ് ആണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൻ്റെ pH അത് പ്രോപ്പർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യും. വേണമെങ്കിൽ ആ പോയിന്റ് കൂടെ എഴുതാം. ആൻറ്റാസിഡ്സ് മെയിൻറ്റെയിൻ, antacids maintain proper pH of the stomach, proper pH of the stomach. സ്റ്റൊമക്കിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതായത് സോഡിയം ബൈകാർബണേറ്റ് NaHCO3, ഓർ എ മിക്സ്ചർ ഓഫ് അലുമിനിയം ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെയും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു മിക്സ്ചർ ഉപയോഗിക്കാം. ഇത് മെറ്റൽ ഹൈഡ്രോക്സൈഡാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മാത്രമായാലും മതി. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. ഇതൊക്കെ ആൻറ്റാസിഡായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ജലൂസിൽ സിറപ്പായിട്ടും കിട്ടും, ഗുളികയുടെ രൂപത്തിലും കിട്ടും, ക്യാപ്സ്യൂൾ രൂപത്തിലും കിട്ടാറുണ്ട്. ഇത് ആൻറ്റാസിഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വയറിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റാസിഡ്സ്. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആൻറ്റാസിഡായിട്ട് നല്ലതാണ്. ഇതൊക്കെ താല്പര്യമുള്ള കുട്ടികൾ നോക്കിയാൽ മതി. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ്. കാരണം മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ബേസിക് ആണെങ്കിലും pH കൂട്ടാതെ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് സഹായിക്കും. അതായത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചാൽ pH കൂടില്ല. കാരണം മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ഇൻസോല്യൂബിളാണ്. ഇപ്പം മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് അസിഡിറ്റി കുറയ്ക്കുമെന്ന് മാത്രമല്ല, സ്റ്റൊമക്കിൻ്റെ pH കൂട്ടുകയുമില്ല. അതായത് ബേസിക് റീജിയനിലേക്ക് മാറില്ല. pH 7 കൂടിയാൽ നമുക്കറിയാം ബേസിക് ആണ്. pH 7 താഴെയാണെങ്കിൽ എന്താണ്? അസിഡിക് ആണ്. അപ്പം മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചത് കൊണ്ട് pH കൂടാൻ സാധ്യതയില്ല. കാരണം ദേ ആർ ഇൻസോല്യൂബിൾ. ഈ അഡീഷണൽ പോയിന്റൊക്കെ താല്പര്യമുള്ള കുട്ടികൾ മാത്രം നോക്കിയാൽ മതി, എക്സാമിന് ചോദിക്കുന്നതല്ല. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യാം. റൈറ്റ് എ നോട്ട് ഓൺ
ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. എന്താണ് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്? ഡ്രഗ്സ് ദാറ്റ് എഫക്റ്റ് ദ മെക്കാനിസം ഓഫ് മെസ്സേജ് ട്രാൻസ്ഫർ ഫ്രം നെർവ് ടു റിസപ്റ്റർ ആർ നോൺ ആസ് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. നെർവുകളിൽ നിന്ന് റിസപ്റ്ററിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ നടക്കും. ശരീരത്തിൽ ധാരാളം മെസ്സേജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, സിഗ്നലുകളായിട്ടാണ്. നെർവിൽ നിന്ന് റിസപ്റ്ററിലേക്കാണ് ഈ മെസ്സേജ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഈ ട്രാൻസ്ഫറിനെ സ്വാധീനിക്കുന്ന മരുന്നുകളെ അല്ലെങ്കിൽ ഡ്രഗ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. അപ്പോൾ നെർവ് ടു റിസപ്റ്റർ മെസ്സേജ് ട്രാൻസ്ഫർ, ഇതിനെ സ്വാധീനിക്കുന്ന ഡ്രഗ്സ് ആണ് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. എക്സാമ്പിൾ: ട്രാൻക്യുലൈസേഴ്സ് ആൻഡ് അനാൾജസിക്സ്. ട്രാൻക്യുലൈസേഴ്സ് സ്പെല്ലിംഗ് എല്ലാം ശ്രദ്ധിക്കണം, ചില വാക്കുകൾ പ്രയാസം പിടിച്ചതാണ്. ട്രാൻക്യുലൈസേഴ്സ് ആൻഡ് അനാൾജസിക്സ് അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രാൻക്യുലൈസേഴ്സ് പരിചയപ്പെടാം. ട്രാൻക്യുലൈസേഴ്സ് ആർ ആൻറ്റി ഡിപ്രസന്റ് ഡ്രഗ്സ്. ദേ ആർ സൈക്കോ തെറാപ്യൂട്ടിക് ഡ്രഗ്സ്. ചില വ്യക്തികൾ അമിതമായി ടെൻഷൻ ഉള്ളവരായിരിക്കും. അമിതമായ ടെൻഷൻ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളെല്ലാം ബാധിക്കും. ഇങ്ങനെ നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ടെൻഷൻ വന്നാൽ അത് ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പം ഡിപ്രഷന് എതിരായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ട്രാൻക്യുലൈസേഴ്സ്. മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നും പറയാം. സൈക്കോ തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആണ്. ഏത് ഡെഫിനേഷൻ എഴുതിയാലും കുഴപ്പമില്ല. ദേ ആർ ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രെസ്, ഡിപ്രഷൻ ആൻഡ് മെൻ്റൽ ഡിസീസസ്. ഡിപ്രഷൻ, സ്ട്രെസ് അല്ലേ, സമ്മർദ്ദം, മെൻ്റൽ ഡിസീസസ്, ഇതിനൊക്കെ എതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ട്രാൻക്യുലൈസേഴ്സ്. എക്സാമ്പിൾ പ്രത്യേകം നോക്കണം, സ്പെല്ലിംഗ്: ഇപ്രോണിയാസിഡ്, ഫെനൽസീൻ. സ്പെല്ലിംഗ് 10 തവണ എഴുതി പഠിക്കണം. വേറെയും എക്സാമ്പിൾ ഉണ്ട്, 1-2 പഠിച്ചാലും മതി, എങ്കിലും പറയാം. ക്ലോർ ഡയസിപ്പോക്സൈഡ്, ക്ലോർ ഡയസപ്പോക്സൈഡ്, ഡയസിപ്പോക്സൈഡ് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ക്ലോർ ഡയസ് എപ്പോക്സൈഡ്, ക്ലോർ ഡയസിപ്പോക്സൈഡ് ആൻഡ് മെപ്രോബാമേറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ റിലീവിങ് ടെൻഷൻ. അപ്പം ടെൻഷൻ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. കഴിയുമെങ്കിൽ പഠിക്കണം. പേര് മാത്രം പഠിച്ചാലും മതി, 1-2 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഇക്വാനിൽ, അതൊരു ട്രാൻക്യുലൈസറാണ്. ഇക്വാനിൽ ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ഡിപ്രഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പഠിക്കണമെന്നില്ല, എക്സാമ്പിൾ മാത്രം പഠിച്ചാലും മതി. റോസർപൈൻ ഡിക്രീസസ് പൾസ് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കുറയ്ക്കും, പൾസ് റേറ്റ് കുറയ്ക്കും അല്ലേ, ഇപ്പം ടെൻഷൻ കുറയ്ക്കും. അങ്ങനെയുള്ളൊരു മരുന്നാണ് റോസർപൈൻ. ബാർബിറ്റ്യൂറേറ്റ്സ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഡെറിവേറ്റീവ്സ് ഓഫ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ബാർബിറ്റ്യൂറിക് ആസിഡ്, ഹോഴ്സിൻ്റെ യൂറിനിൽ ബാർബിറ്റ്യൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ബാർബിറ്റ്യൂറിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള മരുന്നുകളാണ് ബാർബിറ്റ്യൂറേറ്റ്സ്. കുറേ എക്സാമ്പിൾ ഉണ്ട്, കഴിയുമെങ്കിൽ നോക്കുക. വെറോണാൽ, ബാലിയം, സെറോട്ടോണാൽ, അമിറ്റാൽ, നംബ്യൂട്ടാൽ, ലുമിനാൽ constitute an important class of tranquilizers. They are hypotonic, that is sleep producing agents. ഉറക്കമുണ്ടാക്കുന്ന ഏജൻസ് ആണ്. അപ്പം സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറയുന്നത് ഇവരാണ്. സ്ലീപ്പിംഗ് പിൽസ് സ്ലീപ്പ് പ്രൊഡ്യൂസിങ് ഏജൻസ് ആണ്.
ഉറക്കം വന്നാൽ ടെൻഷൻ കുറയും അല്ലേ? സ്ലീപ്പിംഗ് പിൽസ് എന്ന് എഴുതാം. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ട്രാൻക്വിലൈസേഴ്സ് ആണ്. അതിൽ തന്നെ ബാർബിറ്റ്യൂറേറ്റ്സ് ആണ് സ്ലീപ്പിംഗ് പിൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അനാൾജസിക്സ്. നമുക്കറിയാം തലവേദന വന്നാൽ നമ്മൾ പാരസെറ്റമോൾ ഗുളിക കഴിക്കാറുണ്ട് തലവേദന കുറയ്ക്കാൻ വേണ്ടി. അപ്പം ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അനാൾജസിക്സ്. അനാൾജസിക്സ് ആർ ബോഡി പെയിൻ റിലീവേഴ്സ്. അനാൾജസിക്സ് ആർ ബോഡി പെയിൻ റിലീവേഴ്സ്. ഇനി എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. They are used for reducing pain without causing impairment of consciousness, mental confusion, incoordination or paralysis or some other disturbances of the nervous system. അതായത് നെർവസ് സിസ്റ്റത്തിന് യാതൊരു ഉപദ്രവവും വരുത്താതെ പെയിൻ കുറയ്ക്കുന്ന മരുന്നുകളാണ് അനാൾജസിക്സ്. അനാൾജസിക്സിൻ്റെ പ്രത്യേകത അതാണ്. ദേ ആർ യൂസ്ഡ് ഫോർ റിഡ്യൂസിങ് പെയിൻ. പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, ദേ റിമൂവ് ദ ആക്ച്വൽ കോസ് ഓഫ് പെയിൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ദേ റിമൂവ് അനാൾജസിക്സ്. ദേ റിമൂവ് ദ ആക്ച്വൽ കോസ് ഓഫ് പെയിൻ. എന്താണോ വേദന ഉണ്ടാക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണത്തിനെ അത് റിമൂവ് ചെയ്യും. ശരീരത്തിന് മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. അടുത്ത പോയിന്റ് നോക്കണം. There are two type of analgesics. Analgesics രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ്, അതായത് നോൺ അഡിക്റ്റീവ് ഡ്രഗ്സ് ആണ്. രണ്ട് നാർക്കോട്ടിക് ഡ്രഗ്സ്, അത് അഡിക്റ്റീവ് ഡ്രഗ്സ് ആണ്. അപ്പം അനാൾജസിക് രണ്ട് ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ് നോക്കൂ. നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ്. നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആർ നോൺ അഡിക്റ്റീവ് ഡ്രഗ്സ്. അതായത് ഈ ഡ്രഗ് ഉപയോഗിച്ചാൽ നമ്മൾ ആ ഡ്രഗിന് അഡിക്റ്റ് ആവില്ല അല്ലേ? ഇപ്പം പാരസെറ്റമോൾ നമ്മൾ കഴിച്ചു, ഒരു ദിവസം കഴിച്ചതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ പാരസെറ്റമോൾ മേടിച്ച് കഴിക്കില്ല. തലവേദന മാറിയാൽ നമ്മൾ പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യാതൊരു തരത്തിലുള്ള അഡിക്ഷനും അതിനോട് തോന്നില്ല, പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നും തോന്നില്ല. തലവേദന മാറാൻ വേണ്ടി കഴിച്ചു എന്ന് മാത്രം അല്ലേ? സോ ദേ ആർ നോൺ അഡിക്റ്റീവ് ഡ്രഗ്സ്. ഈ പോയിന്റുകൾ നന്നായിട്ട് നോക്കുക. എക്സാമ്പിൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആസ്പിരിൻ, ബ്രൂഫൻ എല്ലാം മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. നൊവാൾജിൻ, പിന്നെ പാരസെറ്റമോൾ. ദേ റിമൂവ് ദ ആക്ച്വൽ കോസ് ഓഫ് പെയിൻ. ശരീരത്തിന് മറ്റു ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ട് ഉണ്ടാക്കില്ല. ഇനി കുറച്ച് എക്സ്ട്രാ നോട്ട്സ് ആണ്, താല്പര്യമുള്ള കുട്ടികൾക്ക് നോക്കാം. ആസ്പിരിൻ ഇൻഹിബിറ്റ്സ് the synthesis of chemicals known as prostaglandins. Spelling നോക്കണം. Prostaglandins, which stimulate inflammation in the tissue and cause pain. but ടിഷ്യൂസിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വേദന ഉണ്ടാക്കുന്ന കെമിക്കൽസ്, അതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇത് ഉണ്ടാക്കുന്നത് ആസ്പിരിൻ തടയും. അങ്ങനെയാണ് വേദന തടയുന്നത്. വേദന ഉണ്ടാക്കുന്ന കെമിക്കൽസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. അതിൻ്റെ സിന്തസിസ് ആസ്പിരിൻ തടയും. അപ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടില്ല. അതുകൊണ്ടാണ് ആസ്പിരിൻ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നത്. ആസ്പിരിൻ ഓൾസോ ഫൈൻഡ്സ് യൂസ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആൻറ്റി ബ്ലഡ് ക്ലോട്ടിംഗ് ആക്ഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ആസ്പിരിൻ തടയും. തലച്ചോറിലെ ബ്ലഡ് ക്ലോട്ടിംഗ് ഒഴിവാക്കാൻ ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട്. ദീസ് ഡ്രഗ്സ് ഓൾസോ റിഡ്യൂസ് ഫീവർ. ഈ ആസ്പിരിനൊക്കെ പനി കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതായത് ആൻറ്റിപൈററ്റിക് ആണ്. ആൻറ്റിപൈററ്റിക് നമുക്ക് പഠിക്കാനില്ല, പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് റിലീവ് സ്കെൽറ്റൽ പെയിൻ, എല്ലുകളിലെ വേദന. ഒക്കറിങ് ഡ്യൂ ടു ആർത്രൈറ്റിസ്, വാദം. ഇത് കാരണം സ്കെൽറ്റൽ പെയിൻ ഉണ്ടാവും. അപ്പം വേദന ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന നല്ലൊരു മരുന്നാണ് ആസ്പിരിൻ. ഓക്കെ, അപ്പം ശരീരത്തിന് പ്രത്യേകിച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ വേദന മാറ്റുന്ന
മരുന്നുകളാണ് നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, സാധാരണ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആർ അഡിക്റ്റീവ് ഡ്രഗ്സ്. ഈ മരുന്ന് ഉപയോഗിച്ചാൽ നമ്മൾ ആ മരുന്നുകൾക്ക് അഡിക്റ്റ് ആവും. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉപയോഗിച്ചാൽ വീണ്ടും അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തോന്നും. കാരണം എന്താണെന്ന് നോക്കിക്കോളൂ, ദേ റിലീവ് പെയിൻ റിലീവ് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസ് സ്ലീപ്പ് ഇൻ മെഡിസിനൽ ഡോസസ്. മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ വേദന മാറ്റും, നമുക്ക് അല്ലേ ഒരു തരം ഉറക്കം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വേദനയുടെ യഥാർത്ഥ കാരണത്തെ മാറ്റുന്നില്ല. ദേ ഡു നോട്ട് റിമൂവ് ദ ആക്ച്വൽ കോസ് ഓഫ് പെയിൻ, ദേ ഇൻഡ്യൂസ് സ്ലീപ്പ്. ഒരുതരം മയക്കം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മയക്കം വരുമ്പോൾ വേദന കുറഞ്ഞതായിട്ട് നമ്മുടെ ശരീരത്തിന് ഫീൽ ചെയ്യും. അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആക്ച്വൽ കോസ് ഓഫ് പെയിൻ മാറ്റുന്നില്ല, ദേ ഇൻഡ്യൂസ് സ്ലീപ്പ് വരുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ വേദന കുറയുന്നതായിട്ട് തോന്നും. കുറച്ചും കൂടെ അഡീഷണൽ നോട്ടുണ്ട്, താല്പര്യമുള്ള കുട്ടികൾക്ക് നോക്കാം. ദേ പ്രൊഡ്യൂസ് സ്റ്റുപ്പർ എന്ന് പറഞ്ഞാൽ യാതൊരു റെസ്പോൺസും ഇല്ലാതെ കിടക്കുക. വേദനിച്ചാൽ മാത്രം കരയുകയോ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. അതുതന്നെയാണ് കോമ സ്റ്റേജ്. അതുപോലെ തന്നെ കോമയാകുമ്പോൾ റെസ്പോൺസ് ഉണ്ടായിരിക്കില്ല. കൺവൽഷൻസ്, ഹൃദയാഘാതം ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത് ഇൻ പോയിസണസ് ഡോസസ്. ഈ മരുന്നുകൾ അധികം ഉപയോഗിച്ചാൽ കോമ സ്റ്റേജിലാവാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, അല്ലേ, മരണം സംഭവിക്കാം. ദേ ആർ യൂസ്ഡ് ഫോർ ദി റിലീഫ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ. വളരെ മേജർ ഓപ്പറേഷൻസോ കഴിഞ്ഞാൽ വളരെയധികം വേദന ചിലപ്പോൾ ഉണ്ടാവും. ഈ വേദന കുറയ്ക്കാനാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. കാർഡിയാക് പെയിൻ, ചെസ്റ്റ് പെയിന്, അല്ലേ, സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ ഈ മരുന്ന് കൊടുക്കാറുണ്ട്. ആൻഡ് പെയിൻസ് ഓഫ് ടെർമിനൽ ക്യാൻസർ സ്റ്റേജിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്തരം ഡ്രഗ്സാണ് കൊടുക്കുന്നത്. ആൻഡ് ഇൻ ചൈൽഡ് ബർത്ത്, ഡെലിവറിക്ക് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും നാർക്കോട്ടിക് ഡ്രഗ്സ് ശരീരത്തിന് നല്ലതല്ല. പോയിസണസ് ഡോസസിൽ അത് ഫാറ്റലാണ്, ശരീരത്തിന് കേടാണ്, അല്ലേ, ഡെത്തിലേക്ക് വേണമെങ്കിൽ അത് നയിച്ചേക്കാം. എക്സാമ്പിൾ നമ്മൾ പേപ്പറിലൊക്കെ ധാരാളം കാണാറുള്ളതാണ് മയക്കുമരുന്ന് വേട്ട എന്ന് പറയുന്ന അതിലെ പ്രധാനപ്പെട്ട മോർഫിൻ. പിന്നെ അതിൻ്റെ ഹോമോലോഗ്സ് ആൻഡ് ഇറ്റ്സ് ഹോമോലോഗസ് സച്ചാസ്. മോർഫിൻ ഡിറൈവ് ചെയ്യുന്ന മറ്റു കോമ്പൗണ്ടുകളുണ്ട്. ഹെറോയിൻ, കൊഡെയിൻ, പിന്നെ കൊക്കൈൻ, കനാബിസ്, നമുക്ക് പരിചയമുള്ളതാണ്, അല്ലേ, പേപ്പറിലൊക്കെ പരിചയമുള്ള വാക്കാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു തരം മയക്കം സൃഷ്ടിക്കും, വേദനയുടെ ശരിക്കുള്ള കാരണത്തെ മാറ്റില്ല. മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ ഡോസ് കറക്റ്റ് ആയിരിക്കണം. അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യുകയാണ്. റൈറ്റ് എ നോട്ട് ഓൺ ആൻറ്റി മൈക്രോബിയൽസ്. സൂക്ഷ്മജീവികൾക്കെതിരായി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ആൻറ്റി മൈക്രോബിയൽസ്. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയും അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ കൊല്ലും. ഇതാണ് ഇവർ ചെയ്യുന്നത്. ആൻറ്റി മൈക്രോബിയൽസ് ആർ ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ പാത്തോജനിക് ആക്ഷൻ ഓഫ് മൈക്രോബ്സ് സച്ച് ആസ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ആൻഡ് അതർ പാരസൈറ്റ്സ്. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയും അല്ലെങ്കിൽ അതിനെ കൊല്ലും. ഇപ്പം സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവയ്ക്ക് എതിരായി ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ആൻറ്റി മൈക്രോബിയൽസ്. ഇതിൽ പല ടൈപ്പുണ്ട്. ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ളത് ആൻറ്റിസെപ്റ്റിക്സ്, മറ്റൊന്ന് ഡിസിൻഫെക്റ്റൻസ്. ആൻറ്റിസെപ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻസും രോഗാണുക്കളെ കൊല്ലും. ആൻറ്റിസെപ്റ്റിക്സ് ശരീരത്തിൽ ഉപയോഗിക്കാം. ശരീരത്തിൽ ഉപയോഗിച്ചാൽ കേടില്ല, സേഫാണ്. എക്സാമ്പിൾ ഡെറ്റോൾ. നമ്മുടെ ശരീരത്തിൽ മുറി ഉണ്ടായി, നമ്മൾ ആ മുറി പഴുക്കാതിരിക്കാൻ, രോഗാണുക്കൾ വരാതിരിക്കാൻ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകാറുണ്ട്. സോ ദേ ആർ സേഫ് ടു അവർ ബോഡി. മറിച്ച് നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് അല്ലെങ്കിൽ ഫെനോയിൽ ഇത് ഉപയോഗിച്ച് മുറി കഴുകാൻ പാടില്ല. രോഗാണുക്കളെ നശിപ്പിക്കുമെങ്കിലും ദേ ആർ ഹാംഫുൾ ടു അവർ ബോഡി. അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ സേഫായിട്ട് ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൻറ്റി മൈക്രോബിയലാണ് ആൻറ്റിസെപ്റ്റിക്സ്. ജീവനില്ലാത്ത, അതായത് തറ തുടയ്ക്കാൻ, അല്ലേ, മറ്റു വസ്തുക്കളൊക്കെ ക്ലീൻ ചെയ്യാൻ, രോഗാണു വിമുക്തമാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡിസിൻഫെക്റ്റൻറ്റ്. ഇനി നമുക്ക് നോക്കാം. ആൻറ്റിസെപ്റ്റിക്സ് ആർ കെമിക്കൽസ്
വിച്ച് ഐദർ കിൽ ഓർ പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുന്നു. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു ലിവിംഗ് ടിഷ്യൂസ് സച്ച് ആസ് വൂൺസ്, കട്ട്സ്, അൾസേഴ്സ് ആൻഡ് ഡിസീസ്ഡ് സ്കിൻ സർഫേസസ്. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു അവർ ബോഡി എന്ന് പഠിച്ചാലും മതി. നോട്ട് ഇങ്ങനെ എഴുതി എന്ന് മാത്രം. എക്സാമ്പിൾ: ഫ്യുറാസിൻ, സോഫ്രാമൈസിൻ. ബൈഹാർട്ട് പഠിക്കണം, സ്പെല്ലിംഗ് നോക്കണം. ഡെറ്റോൾ നമുക്ക് പരിചയമുള്ളതാണ്. ഡെറ്റോൾ ഈസ് എ മിക്സ്ചർ ഓഫ് ക്ലോറോസൈലിനോൾ ആൻഡ് ടെർപ്പിനോൾ. അത് പഠിക്കണം, ക്ലോറോസൈലിനോൾ ആൻഡ് ടെർപ്പിനോൾ. ടിങ്ചർ അയഡിൻ, ടിങ്ചർ ഓഫ് അയഡിൻ. എന്താണ് ടിങ്ചർ ഓഫ് അയഡിൻ? മുറിയിലൊക്കെ നമ്മൾ അടിക്കുന്നതാണ് ടിങ്ചർ അയഡിൻ. 2 to 3% സൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ. ഇതാണ് ടിങ്ചർ അയഡിൻ. ഇറ്റ് ഈസ് സപ്ലൈഡ് ഓൺ വൂൺസ്. മുറികളിലാണ് ഉപയോഗിക്കുന്നത്, മുറി പഴുക്കാതിരിക്കാൻ. അയഡോഫോം ഉപയോഗിക്കാറുണ്ട്, അയഡോഫോം, ആൻ ആൻറ്റിസെപ്റ്റിക് ഫോർ വൂൺസ്. ബോറിക് ആസിഡ് ഇൻ ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ. ഇത് വീക്ക് ആൻറ്റിസെപ്റ്റിക് ഫോർ ദി ഐസ്. കണ്ണിലൊഴിക്കുന്നതാണ് ബോറിക് ആസിഡ് സൊല്യൂഷൻ. ബിത്തിയോണാൽ, സോപ്പിൽ ഉപയോഗിക്കുന്നതാണ് ബിത്തിയോണാൽ. ഡെറ്റോളും സോപ്പിൽ ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് നോൺ ഇറിറ്റേറ്റിംഗ് ആൻറ്റിസെപ്റ്റിക്. യാതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നഖത്തിൽ ചളി കുടുങ്ങിയാൽ ചിലപ്പോൾ വേദനയും മറ്റുമുണ്ടാവാം. ഇതിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പെർഹൈഡ്രോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെർഹൈഡ്രോ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്. ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് മുറിയൊക്കെ കഴുകാൻ ഉപയോഗിക്കാം. വേണമെങ്കിൽ അതും എക്സാമ്പിളായിട്ട് പറയാം. ഇതിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഡിസ്ഇൻഫെക്റ്റൻറ്റിൻ്റെ പ്രത്യേകത നോക്കൂ. ഡിസ്ഇൻഫെക്റ്റൻസ് ആർ കെമിക്കൽസ് വിച്ച് ഐദർ കിൽ ഓർ പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. പക്ഷെ എന്താ പ്രത്യേകത? ദേ ക്യാൻ ബി അപ്ലൈഡ് ടു ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് സച്ച് ആസ് ഫ്ലോർസ്, ഡ്രെയിനേജ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. ജീവനില്ലാത്ത വസ്തുക്കളിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ദേ കനോട്ട് ബി അപ്ലൈഡ് ടു അവർ ബോഡി, അല്ലേ? ദേ ആർ നോട്ട് സേഫ് ടു ബോഡി. ദേ ആർ നോട്ട് സേഫ് ടു ബോഡി ടിഷ്യൂസ്. അങ്ങനെ എഴുതാം, ബോഡി ടിഷ്യൂസ്. ബോഡി ടിഷ്യൂസിന് ഇത് സേഫ് അല്ല. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഫ്ലോറ്, ഡ്രെയിനേജ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: 0.2 to 0.4 ppm പാർട്സ് പെർ മില്യൺ ഓഫ് ക്ലോറിൻ ഇൻ അക്വസ് സൊല്യൂഷൻ. ഇപ്പോൾ ക്ലോറിൻ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡറിൽ, അല്ലേ, ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലിട്ടാൽ ക്ലോറിൻ വാതകമാണ് വരുന്നത്. പിന്നെ സൾഫർ ഡയോക്സൈഡ് ഇൻ ലോ കോൺസെൻട്രേഷൻ, ഇത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. പിന്നെ വീര്യം കൂടിയ ഫിനോൾ, അതായത് 0.2% സൊല്യൂഷൻ ഓഫ് ഫിനോൾ ആൻറ്റിസെപ്റ്റിക് ആണ്. അതായത് വീര്യം കുറഞ്ഞതാണ്. വീര്യം കുറഞ്ഞ ഫിനോൾ ആൻറ്റിസെപ്റ്റിക് ആണ്. വീര്യം കൂടിയ ഫിനോൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഫിനോളിന് ആൻറ്റിസെപ്റ്റിക് ആയിട്ടും പ്രവർത്തിക്കാൻ പറ്റും, ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയും പ്രവർത്തിക്കാൻ പറ്റും. 0.2% ആൻറ്റിസെപ്റ്റിക് ആണ്. 1% എന്താണ്? ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മുടെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക്, അല്ലേ, ക്ലോറക്സ് എന്നൊക്കെ പറയുന്ന പല കമ്പനികളുടെയും ഉണ്ട്. ഇതെല്ലാം ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. ഫെനോയിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫെനോയിൽ ഇത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽസ് എന്നുള്ളതിൽ ആൻറ്റിസെപ്റ്റിക്കും ഡിസ്ഇൻഫെക്റ്റൻറ്റും രണ്ടും രോഗാണുക്കളെ കൊല്ലും. പക്ഷേ ഒരെണ്ണം ശരീരത്തിൽ ഉപയോഗിക്കാം, ബോഡി ടിഷ്യൂസിന് കേടല്ല. ഡിസ്ഇൻഫെക്റ്റൻറ്റ് ശരീരത്തിന് കേടാണ്. ദേ ആർ ഹാംഫുൾ ടു ബോഡി ടിഷ്യൂസ്. എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. ഇപ്പോൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നമ്മൾ ചർച്ച ചെയ്തു. വളരെ കുറച്ച് മാത്രമേ ഈ വർഷത്തെ എക്സാമിന് പഠിക്കാനുള്ളൂ. ഓരോ ചാപ്റ്ററിലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത്രയും പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻസിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ ഈ ചാപ്റ്ററിന് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഈ വർഷം ചിലപ്പോൾ 6 മാർക്കിന് ചോദിച്ചു എന്ന് വന്നേക്കാം, ചോയ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം എഴുതാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിക്കുക, നോട്ട് എഴുതണം. ഓക്കെ, ബൈ.